ഓണക്കാലത്ത് മലയാളികൾക്ക് ഇരുട്ടടിയായി മറുനാടൻ യാത്ര. സ്വകാര്യ ബസ്സുകളിലെ ടിക്കറ്റ് നിരക്ക് 3 ഇരട്ടിയോളമാണ്. 500 രൂപ ഉണ്ടായിരുന്ന നിരക്ക് 1800 മുതൽ 2000 രൂപ വരെയാണ് ഓണ ദിവസങ്ങളിൽ ഈടാക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ KSRTC അധിക സർവീസ് നടത്തുന്നത് അല്പം ആശ്വാസമായിട്ടുണ്ട്. AK അഭിലാഷ് നൽകും വിവരങ്ങൾ. നമുക്ക് അഭിലാഷ്, എല്ലാ സീസണിലും ഇത് ഏറ്റവും വലിയ പ്രശ്നമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നവർക്കൊക്കെ ആശ്രയിക്കാൻ കഴിയുന്ന ദീർഘദൂര പ്രൈവറ്റ് ബസ് മേഖല വലിയ പ്രശ്നത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ ഈ ദീർഘദൂര ബസ്സുകൾ ഈ സമയത്തുണ്ടാകുന്ന വലിയ നിരക്ക് വർധന വലിയ ബുദ്ധിമുട്ടാണ് അഭിലാഷ്. തീർച്ചയായിട്ടും മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷത്തിലോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ ഒക്കെ ആയിരിക്കും അന്യ സംസ്ഥാനത്ത് ജീവിക്കുന്ന മലയാളികൾ കേരളത്തിലേക്ക് വരിക. അത് ഓണനാളുകളായിരിക്കും പ്രത്യേകിച്ചും എത്തുക. ആ സമയത്താണ് ഇത്തരത്തിൽ ബസ്സുകളുടെ നിരക്ക് വലിയ തരത്തിൽ വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന ഒരു കാര്യം. നേരത്തെ 500-600 രൂപയൊക്കെ ഉണ്ടായിരുന്ന ടിക്കറ്റ് നിരക്ക് ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 1500-നും 2200-നും ഇടയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരു പക്ഷേ കഴിഞ്ഞ വർഷം ഇതിനേക്കാൾ ഏറെ ചാർജ് ഉണ്ടായിരുന്നു. 4000, 5000, 6000 രൂപയൊക്കെ ഈ ഓണത്തിൻ്റെ തലേന്നൊക്കെ ഈടാക്കിയിരുന്നു. പക്ഷേ ഇത്തവണ അത് 1800-2000 രൂപയിൽ നിൽക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ആശ്വാസം എന്ന് പറയാം. അതോടൊപ്പം തന്നെ KSRTC അധിക സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട്ടേക്ക് 8 സർവീസുകൾ, എറണാകുളത്തേക്ക് 4, അതോടൊപ്പം തന്നെ കണ്ണൂരിലേക്ക് 4, മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിലേക്കൊക്കെ സമാനമായ രീതിയിൽ തന്നെ 1-2 സർവീസുകൾ അധികമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ടിക്കറ്റ് നിരക്കിൽ പ്രതിഫലിച്ചു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയൊക്കെ കൊടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അന്ന് KSRTC അത്തരത്തിൽ ബസ്സുകളൊന്നും ഷെഡ്യൂളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ആ വാർത്തകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ചത്. അത് ആശ്വാസകരമായിട്ടുണ്ട്. ഇപ്പോഴും 1800 അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ടിക്കറ്റ് കിട്ടാനുണ്ട് എന്നുള്ളതും ആശ്വാസകരമായ ഒരു കാര്യമായിട്ട് തന്നെ വേണം കരുതാൻ. അതേസമയത്ത് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ അവിടെ അത്രത്തോളം ടിക്കറ്റ് വർധന ഉണ്ടായിട്ടില്ല, നിരക്ക് വർധന ഉണ്ടായിട്ടില്ല. ഇപ്പോഴും 500-നും 700-നും ഒക്കെ ടിക്കറ്റ് കിട്ടാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ നോക്കിയാൽ കാണാം, നിരവധി ബസ്സുകളാണ് കർണാടകയിലേക്കും അതോടൊപ്പം തന്നെ ചെന്നൈയിലേക്കും പോണ്ടിച്ചേരിയിലേക്കൊക്കെ പോകാനായി തയ്യാറെടുത്ത് നിൽക്കുന്നത്. രാത്രിയോട് കൂടിയാണ് സർവീസ് നടത്തുക. അതുകൊണ്ട് തന്നെ ഇവിടെ യാത്രക്കാരൊന്നും എത്തിയിട്ടില്ല. 7 മണിയോട് കൂടി മാത്രമായിരിക്കും ഈ യാത്രക്കാർ എത്തുക എന്നാണ് അറിയുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? ആണല്ലേ. ഏതായാലും യാത്രക്കാരായിട്ട് ആരും ഇവിടെ എത്തിയിട്ടില്ല. രാത്രിയോട് കൂടി മാത്രമായിരിക്കും എത്തുക. അതേസമയത്ത് അന്യ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ വരുന്ന ആളുകൾക്ക് നേരത്തെ നൽകിയ നിരക്കിൽ നിന്ന് 3 ഇരട്ടിയിലേറെ ടിക്കറ്റ് നിരക്കായി നൽകേണ്ടി വരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിനൊരു പരിഹാരം വേണം. നേരത്തെ റെയിൽവേ ഒക്കെ ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രെയിനുകൾ പലപ്പോഴും സമയത്തല്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരുന്നത്. അത് അവരെ സംബന്ധിച്ച് പ്രശ്നവും തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ബസ്സുകളിൽ ടിക്കറ്റ് കിട്ടാനുണ്ട്. 2000 രൂപയ്ക്ക് അടുത്താണ് ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രം ഓക്കെ, അഭിലാഷാണ് വളരെ കൃത്യമായി പറഞ്ഞതുപോലെ 500 രൂപയ്ക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ടിക്കറ്റ് ഇപ്പോൾ 1800 രൂപ, 2000 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടുന്ന സാഹചര്യമാണുള്ളത്. വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്.